ക്ലയൻറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് സോഹോ ബുക്സിൽ എന്തൊക്കെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ആ ക്വസ്റ്റ്യനേക്കാളും നല്ലത് എന്താണ് നിങ്ങൾ കസ്റ്റമൈസേഷൻ വേണ്ടതെന്നുള്ളതാണ്. കാരണം കസ്റ്റമൈസേഷന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. എല്ലാ കാര്യവും ഓപ്പണായിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റത്തില്ല. സോഹോ ബുക്സിൻ്റെ UI ലെവലിലെ കസ്റ്റമൈസേഷൻ ഉണ്ട്, പ്രോഗ്രാം ലെവലിലെ കസ്റ്റമൈസേഷൻ കസ്റ്റം മൊഡ്യൂൾ ഉപയോഗിച്ചും ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ യൂസ് കേസ് എന്താണെന്ന് വെച്ചിട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലാസ്റ്റ് വീക്ക് നമുക്കൊരു എൻക്വയറിയാണ്. ഒരു ഐറ്റം ഇൻവോയ്സ് എൻ്റർ ചെയ്യുമ്പോൾ, സെയിൽസ് ഓർഡർ എൻ്റർ ചെയ്യുമ്പം ആ ഐറ്റത്തിൻ്റെ ലിസ്റ്റ് ഒരു ആൽഫബറ്റിക്കൽ ഓർഡർ വരണം, ഈസി പിക്കിന് വേണ്ടിയിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തു. അത് ഈസിയാണ്. സെക്കൻഡ് ഉള്ള ഒരു റിക്വയർമെൻറ്റ് വന്നതാണ്, ഒരു പെർട്ടിക്കുലർ യൂസർ പ്രീവിയസ് ഡേറ്റിൽ ഇൻവോയ്സ് എൻ്റർ ചെയ്യാൻ പാടില്ല, ഒരു പേയ്മെൻറ്റ് എൻ്റർ പ്ലീസ് എൻ്റർ ചെയ്യാൻ പാടില്ല. മറ്റൊരു കസ്റ്റമൈസേഷൻ ആയിരുന്നു, ഒരു പെർട്ടിക്കുലർ യൂസർ പേയ്മെൻറ്റ് കളക്ട് ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ ക്യാഷ് അക്കൗണ്ടൊക്കെ കളക്ട് ചെയ്യണം. അയാളുടെ പേരിൽ പെർട്ടിക്കുലർ ക്യാഷ് അക്കൗണ്ട് കളക്ട് ചെയ്യാൻ പാടുള്ളൂ, വേറെ അക്കൗണ്ട് മാറി പോകാൻ പാടില്ല എന്നുള്ളത്. ഇതുപോലുള്ള കസ്റ്റമൈസേഷൻസ് നിങ്ങൾക്കൊരു നിശ റിക്വയർമെൻ്റ് ആണ്. ഇതാണ് പെർട്ടിക്കുലർലി ഈ ഒരു സാധനം നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്, ഇത് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് റിക്കറിംഗ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. നിങ്ങൾക്ക് അങ്ങനെ ഒരു റിക്വയർമെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഫീസിബിൾ ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈസി ആയിട്ട് പറഞ്ഞു തരാൻ പറ്റും അത് നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളത്.